പ്രിയമുള്ളവരെ, വചനജ്വാല 1262 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 13 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ 37 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നീതിമാനും ദുഷ്ടനും. ദാവീദിന്റെ സങ്കീർത്തനം. ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. കർത്താവിന്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രോധം വെടിയുക. പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും, കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും. അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും, അവന്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല. എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും, ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് റിച്ചിയിലെ വിശുദ്ധ കാതറിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. 1522 ഫ്ലോറൻസിൽ റിച്ചി എന്ന സമ്പന്ന കുടുംബത്തിൽ ജനനം. അലക്സാണ്ട്രീന എന്നായിരുന്നു സ്നാന നാമം. ശിശുപ്രായത്തിൽ അമ്മ മരിച്ചതിനാൽ അതീവ ഭക്തയായിരുന്ന അമ്മൂമ്മയാണ് കാതറിനെ വളർത്തിയത്. 14 വയസ്സിൽ അലക്സാണ്ട്രീന ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് കാതറിൻ എന്ന നാമം സ്വീകരിച്ചു. 2 വർഷം അസുഖമായതിനാൽ നൊവീഷേറ്റ് ജീവിതം പരീക്ഷകളുടെ കാലഘട്ടമായിരുന്നു. കർത്താവിന്റെ പീഡാനുഭവത്തെ കുറിച്ചുള്ള ധ്യാനമായിരുന്നു അവരുടെ ആശ്വാസം. അത്ഭുതകരമായി രോഗം മാറിയതോടെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും വർദ്ധിപ്പിച്ചു. പല ദിവസങ്ങളിലും ഉപവാസവും സഭാ നിയമം അനുവദിച്ചിരിക്കുന്നിടത്തോളം സ്വശരീരത്തിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ചെയ്തിരുന്നു. എളിമയും അനുസരണയും ശാന്തതയും അത്ഭുതാവഹമായിരുന്നു. കാതറിന്റെ ജീവിത വിശുദ്ധി ചെറുപ്പത്തിൽ തന്നെ നോവിസ് മിസ്ട്രസാക്കി. 30 വയസ്സിൽ ആജീവനാന്ത മഠാധിപയായി. രോഗികളിൽ യേശുവിനെ കണ്ട് ശുശ്രൂഷ ചെയ്യാനും ഇതിനിടയിൽ സമയം കണ്ടെത്തിയിരുന്നു. കൂടുതൽ സമയവും മുട്ടിന്മേൽ നിന്നാണ് ശുശ്രൂഷകൾ ചെയ്തിരുന്നത്. കർത്താവിന്റെ പീഡാനുഭവം
ധ്യാന വിഷയമാക്കി സമാധിയിൽ ലയിക്കുമായിരുന്നു. കർത്താവിൻ്റെ തിരുമുറിവുകൾ അവളിൽ പതിഞ്ഞിരുന്നു. ശുദ്ധീകരണാത്മാക്കളോടുള്ള ഭക്തി മൂലം തൻ്റെ പ്രാർത്ഥന വഴി രക്ഷപ്പെട്ട ആത്മാക്കൾ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് നന്ദി പറഞ്ഞിട്ടുണ്ട്. അന്തിമ രോഗം അല്പം ദീർഘമായിരുന്നു. വളരെ സന്തോഷത്തോടെ രോഗത്തിൻ്റെ വേദനകൾ സഹിച്ച് കർത്താവിൻ്റെ കാഴ്ചവെപ്പ് തിരുനാൾ ദിനത്തിൽ ഖാദറിൻ ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞു. റിച്ചിയിലെ വിശുദ്ധ ഖാദറിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.